കൊല്ലം കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥിക്കായി കുടുംബശ്രീയിൽ പണപ്പിരിവ്. കോർപ്പറേഷനിലെ അയത്തിൽ ഡിവിഷനിൽ മത്സരിക്കുന്ന ജാരിയത്തിന് വേണ്ടിയാണ് പണപ്പിരിവ്. അംഗങ്ങൾ 500 രൂപ വീതം നൽകണമെന്ന് പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. ഓരോ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും പണം നൽകണമെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി M മനോജ് ചേരുകയാണ്. മനോജ്, അപ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇതിപ്പം ADS ചെയർപേഴ്സൺ എന്നെ വിളിച്ചായിരുന്നു. എല്ലാ കുടുംബശ്രീയിലും വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നമ്മൾ രാജ്യത്താടെ സ്വീകരണ പരിപാടിയുടെ കാര്യം ഇപ്പം വിളിച്ച് ഫോണിൽ സംസാരിച്ചു. മെസ്സേജ് എല്ലാവരും വായിക്കണം. പിന്നെ ബുധനാഴ്ച 3 മണിക്കാണ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ 500 രൂപ വീതം ഒരു കുടുംബശ്രീയിൽ നിന്ന് അതും എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശോഭ ചേച്ചിയാണ് എന്നെ വിളിച്ചത്. അപ്പം ഇന്ന് തിങ്കൾ, ചൊവ്വ, മറ്റന്നാൾ നമ്മളെല്ലാ അംഗങ്ങളും പങ്കെടുക്കണം, നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ADS ആയതുകൊണ്ട്, മനസ്സിലായോ? അപ്പോൾ എല്ലാവരും മാക്സിമം ബുധനാഴ്ച 2:45, 3 മണിക്ക് വായനശാലയിൽ വെച്ചാണ്. വായനശാലയിൽ അപ്പോൾ 500 രൂപ നമ്മൾ ഈ 15 പേരും കൂടി ഷെയർ ചെയ്തിട്ട് ബുധനാഴ്ച അത് 3 മണിക്ക് അവിടെ കൊടുക്കുകയും വേണം. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും എത്തണം, ഒരു ഒഴിവും പറയരുത്. നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് ഇവരെയൊക്കെ തന്നെ സമീപിക്കേണ്ടതാണ്. അതൊരു ഇത് വേണം നമുക്ക്. നമ്മൾ ADS ആയതുകൊണ്ടാണ്. ഇതിനകത്തൊരു പാർട്ടി ബേസോ ഒന്നുമല്ല. നമ്മൾ ADS ഇങ്ങനെ ഒരു ഇതിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ കുടുംബശ്രീയെ രാഷ്ട്രീയമായി CPM ഉപയോഗിക്കുന്നത് പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളതാണ്. കുടുംബശ്രീ സർക്കാരിൻ്റെ പരിപാടികൾക്കൊക്കെ കുടുംബശ്രീ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ പ്രലോഭിപ്പിച്ചുമൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ പലത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, LDFൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഫണ്ട് പിരിവ് നടത്തുകയാണ്. നമുക്കറിയാം, കുടുംബശ്രീയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയോ നിർധനരായ സ്ത്രീകളാണ്. അവരെയാണ് ഇപ്പോൾ ഓരോരുത്തരും 500 രൂപ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കൊടുക്കണം, ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടുക്കണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുടുംബശ്രീയെ CPM ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്? നീലിമ, ഓരോ യൂണിറ്റിൽ നിന്നും 500 രൂപ വീതം കൊണ്ടുവരണമെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇതിൽ തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അതായത് കൊല്ലം കോർപ്പറേഷനിൽ LDF സ്ഥാനാർത്ഥിയായി അയത്തിൽ ഡിവിഷനിൽ മത്സരിക്കുന്ന ജാരിയത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പണപ്പിരിവ് സ്വീകരണ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. അതും കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും പങ്കിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പണപ്പിരിവ് നടത്തുന്നത്. അവരിലോടും കൃത്യമായും ഈ പരിപാടിക്ക് എത്തണമെന്ന് പറയുന്നു. ചെറിയൊരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടുള്ളത്. ഇതിലൊന്നും വന്നില്ലെങ്കിൽ പിന്നീട് അവരെ നമുക്ക് കാണേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവരെ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMൻ്റെ ഏത് തരത്തിലുള്ള പരിപാടികളായിക്കോട്ടെ, ഈ കുടുംബശ്രീയിലെ ആളുകളെയും തൊഴിലുറപ്പിലെ ആളുകളെയും ഒക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളാണ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർ ഈ കുടുംബശ്രീയിലും തൊഴിലുറപ്പിലും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും അവരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുകയും അവരെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ LDF, അതായത് പ്രധാനമായും CPM ഇത്തരത്തിലൊരു അണികളുണ്ട് എന്ന് കാണിക്കുന്നത്. പല സ്ഥലങ്ങളിലും പരിപാടിക്ക് ആൾ തികയാതെ വരുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ്, അതായത് കുടുംബശ്രീ ADSമാരെയൊക്കെ സമീപിച്ചുകൊണ്ടാണ് അവർ ആളെ തികയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ബുധനാഴ്ച 3 മണിക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിലുള്ള ആളുകൾ തന്നെ, അതായത് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ, അവർക്ക് മനസ്സിലാകുന്നില്ല തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് LDF പ്രതിനിധിക്ക് വേണ്ടി സ്വീകരണം ഒരുക്കാൻ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങേണ്ടത് എന്നുള്ള കാര്യം അവർ തന്നെയാണ് ഈ വാർത്തകൾ അടക്കം നമുക്ക് തരുന്നത്. എന്തായാലും അങ്ങനെ കുടുംബശ്രീ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഒരു സമീപനം, അത് CPM കാലങ്ങളായി തന്നെ തുടങ്ങിയതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലം കോർപ്പറേഷൻ്റെ അയത്തിൽ ഡിവിഷൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ MLA നൗഷാദ് അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ കുടുംബശ്രീ അംഗങ്ങളോടക്കം പോകാൻ പറയുന്നത്. മുൻ ADS ചെയർപേഴ്സൺ ആയിരുന്നു ഈ ജാരിയത്ത്. അതോടൊപ്പം തന്നെ ADS ചെയർപേഴ്സൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ ഓരോ യൂണിറ്റിലും നിർദ്ദേശങ്ങൾ പോയിരിക്കുന്നത്. ഇതിനനുസരിച്ച്
ആളുകളെയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കുടുംബശ്രീയിൽ നിന്ന് ആളെണ്ണം കുറഞ്ഞു പോയാൽ പിന്നീട് അവർ അനുഭവിക്കേണ്ടി വരുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കില്ല. അല്ലെങ്കിൽ അവർ തങ്ങൾക്ക് വായ്പ ലഭിക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ നേതാക്കന്മാരുടെ പുറകെ നടക്കേണ്ട ഒരു സാഹചര്യമാണ്. ADSമാരുടെ അടക്കം പുറകെ നടക്കേണ്ട സാഹചര്യമാണ്. നിരവധി CDSമാരുണ്ട്. അവരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായി തന്നെ അവരെ ഓരോ കുടുംബശ്രീയും ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം എങ്ങനെയാണോ ഈ പരിപാടികൾക്ക് ആളെ കൊണ്ടുവരേണ്ടത് എന്നുള്ള നിർദ്ദേശം ഇവർക്ക് ഓരോരുത്തർക്കും പാർട്ടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അടക്കം ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഇടുന്നത്. മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിലും നല്ല കൂടിയ തരത്തിലുള്ള ഭീഷണികൾ ഓരോ കുടുംബശ്രീയിലും അല്ലെങ്കിൽ തൊഴിലുറപ്പ് യൂണിറ്റിലുമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ CPM എല്ലാ കാലത്തും ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടുന്ന ഒരു സമീപനം തന്നെയാണ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി മനോജ്.